ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവരും ഏതാണ്ട് പുതുവർഷം ആഘോഷിക്കുമ്പോൾ ഇന്ന് തൊട്ടടുത്ത നിമിഷത്തേക്ക് ഞങ്ങൾ ഉണ്ടാകുമോ എന്നറിയാതെ കുറെ മനുഷ്യർ അടുത്തൊക്കെ ജീവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ അതും ജനങ്ങളാണ്, പച്ചയായ മനുഷ്യരാണ്. നമ്മളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹമുള്ള, പ്രതീക്ഷകളുള്ള, സ്വപ്നങ്ങളുള്ള, മരിക്കാൻ ഭയവും ഉണ്ടാകും. ഒരു പക്ഷേ എപ്പോഴാണ് തങ്ങളുടെ തലയിലേക്ക് മിസൈലുകൾ വന്നു വീഴുന്നത് എന്നറിയാതെ വേദനിക്കുന്ന, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് മാനസിക വ്യഥ ഏറെ അനുഭവിക്കുന്ന, അനാഥത്വം പേറുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷേ അവരും ഒന്ന് അടങ്ങാൻ തയ്യാറല്ല, അവരെ ഭരിക്കുന്നവരും അടങ്ങാൻ തയ്യാറല്ല. അപ്പോൾ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രവർത്തനത്തിന് ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. അതാണിപ്പോൾ ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാവരെയും കൂട്ടുപിടിച്ച് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനികളോടും പറഞ്ഞു, ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഞങ്ങളോടൊപ്പം നിൽക്കണം, ഇസ്രായേലിനെ തകർക്കണം. എന്തിന്? നരേന്ദ്രമോദി പറയുന്നത് പോലെ ആകെയുള്ള ഒരു ജീവിതം സമാധാനത്തോടു കൂടി അങ്ങ് ജീവിച്ചൂടെ? എന്തിനാണ് യുദ്ധവും കൊള്ളയും കൊലയും കെടുതികളുമൊക്കെ? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും രണ്ട് രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും, വേർപാടുകൾ ഉണ്ടാകും, അനാഥരുണ്ടാകും, അഗതികളുണ്ടാകും, നിരാലംബരുണ്ടാകും, വൈധവ്യം പേറുന്നവരുണ്ടാകും, അംഗവൈകല്യമുള്ളവരുണ്ടാകും, മാനസികമായി തകർന്നവരുണ്ടാകും. അങ്ങനെ എല്ലാ നിലയ്ക്കും ഒരുപാട് തകർച്ചകൾ അനുഭവിക്കുന്ന മനുഷ്യർ എമ്പാടും ഉണ്ടാകും. എന്നാലും എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്ന് ലോക രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ, ഒരു കോംപ്രമൈസ് ടോക്കുകൾ നടക്കുമ്പോൾ വീണ്ടും യുദ്ധം മൂർച്ഛിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഈജിപ്തിലെത്തിയ ഇസ്മായിൽ ഹനിയ യുദ്ധം അവസാനിപ്പിക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറയണം ഇസ്രായേലിനോട്, ഇസ്രായേലും ഈജിപ്തും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഒന്ന് പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചങ്ങോട്ട് ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പതാ ഗാസയിൽ നിന്ന് എപ്പോഴാണോ ഇസ്രായേൽ സൈന്യം വിട പറയുന്നത്, അതുവരെ ഹൂതികൾ ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള ഒരു കപ്പലും വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത്. ലെബനൻ, ഹിസ്ബുള്ള, ഐസിസ്, സിറിയ, ഹൂതി, യമൻ സൈന്യം, യമൻ, ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും കടന്നാക്രമിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നത്, ഇരകളാക്കപ്പെടുന്നത് ഗാസയിലെ സാധാരണക്കാരാണ്. ഗാസയിലെ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹമാസാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പ്രശ്നമേ അല്ല. കാരണം അവർക്ക് വേണ്ടത് യുദ്ധം തന്നെയാണ്. അവര് യുദ്ധം ആഗ്രഹിച്ചു, അവര് യുദ്ധം തുടങ്ങി വെച്ചു, ആ യുദ്ധം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നെതന്യാഹു പറഞ്ഞത്, നിങ്ങൾ തുടങ്ങിയ യുദ്ധം ഇനിയും എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇവിടെ വരെ എത്തിച്ചതാരാണ്? ഹമാസാണ്. അപ്പോൾ ഈ പുതുവർഷം വീണ്ടും നമുക്കൊരിക്കലും സുഖകരമായിട്ടുള്ള വാർത്തകളല്ല സമ്മാനിക്കുന്നത്. നമുക്ക് സൂചനകൾ നൽകുന്നു. റഷ്യൻ സേന ഇപ്പോഴും യുക്രൈനിൽ അതിശക്തമായ ആക്രമണം നടത്തുന്നു. മറുവശത്ത് ഒരു റഷ്യൻ നഗരത്തിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം യുക്രൈൻ അതിശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തു. റഷ്യക്കെതിരെ ആക്രമണം നടത്തുമെന്ന് ഇതുവരെ അമേരിക്ക പറഞ്ഞു വെച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ അതിശക്തമായ ഭാഷയിൽ ജോ ബൈഡൻ റഷ്യയോട് പറഞ്ഞു, റഷ്യൻ സേന യുക്രൈനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ തങ്ങൾ റഷ്യയെ ആക്രമിക്കുമെന്നാണ് ജോ ബൈഡൻ പറഞ്ഞു വെച്ചത്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന വ്യാപക ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജോ ബൈഡന്റെ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിനെ ഏത് തലത്തിൽ റഷ്യ എടുക്കും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. റഷ്യ യുക്രൈനിൽ ഇപ്പോ ഒരു ഭാഗത്ത് ഹമാസിനെ സഹായിക്കാൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചൊരു ചേരിയിലാകുമ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക കയ്യും തലയും മുറുക്കി ഇറങ്ങുവാണ്. ആരംഭിച്ചതിന് ശേഷം ഏറ്റവും ശക്തമായ ആക്രമണങ്ങളാണ് ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളായി നടത്തുന്നത്. യുക്രൈൻ തന്നെ ഇല്ലാതാക്കാനാണ് റഷ്യയുടെ ശ്രമമെന്ന് അമേരിക്ക പറഞ്ഞു. എന്നാൽ യുദ്ധത്തിന്റെ വ്യാപ്തി ഇപ്പോൾ യുക്രൈനിൽ മാത്രമല്ല നാറ്റോ രാജ്യങ്ങളിലേക്ക് പടർന്നു കയറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. യൂറോപ്പിന്റെ ആകെ സുരക്ഷ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക കൂടെയുണ്ട്. അതേസമയം തന്നെയാണ് ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലും യുദ്ധം അരങ്ങേറുന്നത്. അവിടെയും അമേരിക്ക ഇടപെടുകയാണ്. ഇത് ഒരു ലോകമഹായുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ
ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്ന് ജോ ബൈഡൻ പറഞ്ഞു. സ്വേച്ഛാധിപതികൾ യൂറോപ്പിൽ ഭീഷണി ഉയർത്തുമ്പോൾ യുഎസിന് ഇടപെടേണ്ടി വരും. യുക്രൈൻ ഉൾപ്പെടെ ഞങ്ങളുടെ സഖ്യത്തിലുള്ളവർക്ക് സഹായം എത്തിക്കുക തന്നെ ചെയ്യും എന്ന് ജോ ബൈഡൻ പറഞ്ഞു വെക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം കാർക്കീവിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് റഷ്യ നടത്തിയ ആക്രമണത്തിൽ 39 യുക്രൈനികളാണ് കൊല്ലപ്പെട്ടത്. 120 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആശുപത്രികളിൽ ഉൾപ്പെടെ വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായി. സംഘർഷം മൂലം മേഖലയിലെ നാറ്റോ സഖ്യരാജ്യങ്ങൾ റഷ്യയുമായി കൂടുതൽ. ഇതിലേറെ രസകരമായ ഒരു വസ്തുത, നമ്മുടെ കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ ഗാസയിലേക്ക് മാത്രമേ നോക്കൂ. ഒന്നും ഉണ്ടായിട്ടല്ല. ഗാസയിലെ പ്രയാസങ്ങൾ, ഗാസയിലെ വേദനകൾ മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ, ഗാസയിലെ സ്ത്രീകളുടെ കണ്ണുനീർ, ഗാസയിൽ വരുന്ന വെള്ളത്തുണി പുതപ്പിച്ച ശരീരങ്ങൾ, ഇതൊക്കെ മാത്രമേ അവർ നോക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഉക്രൈൻ പ്രശ്നം, സിറിയയിലെ പ്രശ്നം, ഇറാനിലെ പ്രശ്നം, അഭയാർത്ഥികളുടെ പ്രശ്നം, ഇതൊന്നും അവരുടെ പ്രശ്നമേ അല്ല. സൂചനകൾ പുറത്തുവരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ യുക്രൈന് വിപുലമായ സംവിധാനങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത്. ഈ അടുത്ത കാലത്ത് $250 മില്യൺ സഹായം യുക്രൈനിൽ എത്തിച്ചിരുന്നു അമേരിക്ക റഷ്യ ആക്രമിക്കുമോ എന്ന ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിലുള്ളത്. അമേരിക്കയിലും റഷ്യയിലും 2024 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. 3 പതിറ്റാണ്ടോളം സോവിയറ്റ് യൂണിയന്റെ തലപ്പത്തിരുന്ന ജോസഫ് സ്റ്റാലിനെ മറികടക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ പുടിൻ. അതിന്റെ സൂചനകൾ തന്നെയാണ് റഷ്യയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. മറുവശത്ത് അമേരിക്കയിൽ 2024 നവംബറിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജോ ബൈഡന്റെ പാർട്ടിക്ക് ഒരു അനുകൂല സാഹചര്യമില്ല. 2024 മാർച്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പുടിൻ വിജയിക്കും എന്നതിൽ സംശയമില്ല. തികച്ചും ഏകാധിപത്യ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ലോക മഹായുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സാരം. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുമ്പോൾ 23 ലക്ഷം ജനതയാണ് നിരാലംബരാക്കപ്പെടുന്നത്. അവര് പിറന്ന നാട്, അവര് ജനിച്ചു വളർന്ന മണ്ണ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. 21 ലക്ഷം ജനതയ്ക്ക് അവരുടെ പാർപ്പിടം നഷ്ടപ്പെട്ടു. വീടുകൾ ഏതാണ്ട് നിലംപതിച്ചിരിക്കുന്നു. ആശുപത്രികളില്ല, സ്കൂളുകളില്ല, അഭയാർത്ഥി കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ഒരു ഭാഗത്ത് ഇറാൻ പിന്തുണ നൽകി ഹൂതികളെ ഇറക്കിവിടുകയാണ്. ചെങ്കടലിൽ നിന്ന് ഹൂതികൾ സകലമാന കപ്പലുകളെയും ആക്രമിക്കുമ്പോൾ അത് തുർക്കിക്ക് വിനയാകുന്നുണ്ട്, സൗദി അറേബ്യയ്ക്ക് തലവേദനയാകുന്നുണ്ട്, ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കും ഭീഷണിയായി മാറുകയാണ് ഹൂതികൾ. അപ്പോ അവരെ ആക്രമിക്കാൻ, അവരെ ഇല്ലാതാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ 20 രാജ്യങ്ങളുടെ ഒരു സഖ്യ സൈന്യം രൂപീകരിക്കപ്പെട്ടു. എന്തിന്? ഇറാനെ എതിരിടാൻ വേണ്ടി. ഇറാന് ഇതിന് പിന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂതികളെ ഇറക്കി, യമൻ സൈന്യത്തെ ഇറക്കി, ഹമാസിനെ ഇറക്കി, ഹിസ്ബുല്ലയെ ഇറക്കി. ഇങ്ങനെ ഇറാന്റെ ഈ ഒരു അവസാനത്തെ ചോരക്കളി അവസാനിപ്പിക്കാൻ 20 രാജ്യങ്ങൾ ഒരുമിച്ച് കൈകോർക്കുമ്പോൾ വീണ്ടും റഷ്യ ഉക്രൈൻ യുദ്ധം മറ്റൊരിടത്ത് പടർന്നു പിടിക്കുകയാണ്. യുദ്ധം എല്ലാ കാലത്തും നഷ്ടങ്ങളല്ലാതെ സമ്മാനിക്കുകയില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ ഇരുഭാഗത്തും ഒരുപാട് ആൾനഷ്ടമുണ്ടാകും. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ എടുത്താൽ കൂടുതൽ തന്നെ ആയിരിക്കും 2 രാജ്യങ്ങളുടേത്. അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം വളരെ രൂക്ഷമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നു, കേരളക്കാർ അറിഞ്ഞിട്ടില്ല. മറ്റൊരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായിട്ട് പോകുന്നു. ഗാസയിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുന്ന കുറേയധികം ഇടതു വലത് രാഷ്ട്രീയ കക്ഷികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2024 സമാധാനത്തിന്റേതാകട്ടെ എന്ന് പരസ്പരം ആശംസിക്കുമ്പോൾ ഈ യുദ്ധം നടക്കുന്ന രാജ്യത്തെ ആളുകൾ എന്താശംസിക്കും, എന്താഘോഷിക്കും, എന്ത് പ്രതീക്ഷിക്കും? നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുമെന്നോ? നന്ദി.